ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വളരെ സന്തോഷപ്രദമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. നല്ല മഴയൊക്കെ ലഭിച്ച് നല്ല മഴയ്ക്ക് നൽകി കഴിഞ്ഞ ആഴ്ച നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവ് നല്ല മഴയൊക്കെ തന്ന് നമ്മുടെ ഭൂമിയെ തണുപ്പിച്ചു, കുളിർപ്പിച്ചു, ഫലഭൂഷ്ടമാക്കി. എത്രയോ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു മഴയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ സാധാരണ കുടിവെള്ള ക്ഷാമമൊക്കെ ഉണ്ടാകുമ്പോൾ അധികാരികളൊക്കെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള റേഷൻ എന്ന് പറയുന്നത് 350 ലിറ്റർ, അല്ലെ ഒരാഴ്ചത്തേക്ക് 350 ലിറ്റർ വെള്ളമാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ജലക്ഷാമമുള്ള ഒരു ദേശത്തോട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 350 ലിറ്റർ വെള്ളമാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഒരാഴ്ച ഞങ്ങൾക്ക് ജീവിക്കണം. എന്നാൽ കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നപ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം. നമ്മുടെ നദികളും തോടുകളും എല്ലാം പലയിടങ്ങളും നിറഞ്ഞു കവിയുക. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ റോഡിലൂടെ പ്രളയമാണ് പോകുന്നത്. എത്ര വലിയ മാറ്റമാണ്! വലിയ ചൂടുണ്ടായിരുന്ന കാലാവസ്ഥയെ ദൈവം തണുപ്പിച്ച് ഇപ്പോൾ ഇന്നലെ പുതച്ച് കിടന്നുറങ്ങേണ്ട ഞാൻ പുതപ്പ് പുതച്ചാണ് ഇന്നലെ കിടന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എത്ര വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. വളരെ സന്തോഷകരമായ കാര്യം, നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ SSLCക്ക് പ്ലസ് ടുവിനൊക്കെ ഉന്നതമായ വിജയം. ഇറ്റ്സ് നോട്ട് എ മിയർ പാസിംഗ്, ബട്ട് ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് പാസിംഗ്. ജസ്റ്റ് ചുമ്മാ പാസ്സായി എന്നല്ല, പക്ഷേ വളരെ ക്വാളിറ്റേറ്റീവ്. ഞാൻ പലരുടെയും റിസൾട്ടുകളൊക്കെ അനലൈസ് ചെയ്തു. ഒരു പ്രിയ മോൾക്ക് അതിന് ഫുൾ A+ ലഭിക്കുകയുണ്ടായി SSLCക്ക്. ബാക്കി SSLC ജയിച്ചവരും ഒക്കെ ഇന്ന് ആണ് ഒരു കുഞ്ഞിന്റെ കാര്യം, ജോബിൻസ് കാരക്കുന്ന്. അപ്പൊ എല്ലാവരും നല്ല വിജയം. A+ ഒക്കെ തന്നെ 5 മാർക്കും A+ഉം B+ഉം ഒക്കെയാണ്. സാധാരണ ജസ്റ്റ് ഈ സാധാരണ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നത്, നമ്മുടെ SSLC പരീക്ഷയിലൊക്കെ തോൽക്കാനായിട്ടാണ് പ്രയാസമെന്നാണ് ഒരു പല്ലവി ഉണ്ടായത്. ഞാനൊക്കെ പഠിച്ച കാലത്ത് 210 മാർക്ക് മേടിക്കാനായിട്ട് കഷ്ടപ്പെട്ട ബന്ധപ്പാടുകളെ കുറിച്ച് ഓർക്കുകയാണ്. അന്ന് തോൽവി എന്ന് പറയുന്നത് തോൽവിയാണ്. 40% വിജയം തന്നെ കഷ്ടമാണ്. നമുക്ക് എല്ലാത്തിനും ഇത്ര 20% മാർക്ക് ഉണ്ടെങ്കിൽ ജയിക്കുകയുള്ളൂ എന്ന് പലപ്പോഴും. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് ശുഭസൂചകമാണ്. അടുത്ത വർഷം മുതൽ എഴുത്ത് പരീക്ഷയ്ക്ക് 30% മാർക്ക് ഉണ്ടെങ്കിൽ ജയിക്കുകയുള്ളൂ. അപ്പോൾ അത് നല്ല കാര്യമാണ്. കാരണം ലോകം ക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഇൻവെൻഷൻ, പുതിയ തലങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല നല്ല സ്വപ്നങ്ങളാണ്. ഒരാളോട് ചോദിച്ചു പറഞ്ഞു, എനിക്ക് സ്പോർട്സ് മാനേജ്മെന്റ് പഠിക്കാനാണ് ഇഷ്ടം. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി പോയി. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ MBBS പഠിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, സെക്കൻഡറി ഡിഗ്രി ഏതെങ്കിലും. പക്ഷെ അത് എനിക്ക് സ്പോർട്സ് മാനേജ്മെന്റ് ആണ്. പുതിയ ചിന്തകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അതുപോലെ പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ടുള്ള ആഗ്രഹം. കാരണം അത് ഒരു വിശാലമായ വാതായനങ്ങൾ തുറക്കുമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് SSLCക്ക് പ്ലസ് ടുവിനൊക്കെ നല്ല ഗ്രേഡ് കരസ്ഥമാക്കിയതായ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ അംബാസഡേഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ അംബാസഡർമാരാണ് നിങ്ങൾ. നിങ്ങളുടെ മുമ്പിലുള്ള വാതായനങ്ങൾ വളരെ വിശാലമാണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങൾ ആരും ഗൈഡ് ചെയ്യാനായിട്ടില്ലായിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എടുക്കാനുള്ളതാണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ധാരാളം സാധ്യതകളുള്ള ലോകത്തിലാണ് നിങ്ങൾ. ഇവിടെ തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ പോളണ്ടിലൊക്കെ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളെ കാണാനായിട്ട് സാധിച്ചു. പോളണ്ടിൽ ഫുൾ സ്കോളർഷിപ്പോടുകൂടിയാണ്. സ്കോളർഷിപ്പ് മാത്രമല്ല, അവരുടെ ജീവിത ചെലവെല്ലാം ഗവൺമെന്റ് കൊടുക്കുകയും. കാരണം ധാരാളം യുവജനങ്ങളെ ആവശ്യമുണ്ട്. മറ്റെല്ലാം ഇന്ത്യയിലാണ് യുവജനങ്ങളെ ഇംഗ്ലീഷ് അറിയാവുന്ന, ലോകഭാഷയായിരിക്കുന്ന ഇംഗ്ലീഷ് അറിയാവുന്ന യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള ഇന്ത്യയിലാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, അമേരിക്കയെക്കാട്ടിലും ഇന്ത്യയിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന യുവജനങ്ങളുള്ളത്. കാരണം നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 180 കോടിയാണ്. 180 കോടി ജനസംഖ്യ. ചൈനയൊക്കെ നമ്മൾ ബഹുദൂരം പിന്നിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള യുവജനങ്ങളാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമീപ ഭാവിയിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ യുവജനങ്ങളായിരിക്കും. നിങ്ങൾ ChatGPT, AI ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇന്ത്യക്കാരുടെ ബ്രെയിനാണ്, ഇന്ത്യയുടെ തലച്ചോറുകളാണ്. ഇതെല്ലാം നമ്മുടെ ഗൂഗിളിന്റെ സുന്ദർ പിച്ചെ തുടങ്ങിയുള്ള ധാരാളം പ്രശസ്തരും പ്രഗത്ഭരുമായ ആൾക്കാർ ഇന്ത്യയുടെ സംഭാവനയാണ്. അതുകൊണ്ട് ഒരു കാലത്ത് നവോത്ഥാനത്തിനും ആത്മീയതയ്ക്കും ഇന്ത്യയാണ്. ഇന്ത്യ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്നത് ഭാരതത്തെ. അഫ്ഗാനിസ്ഥാൻ തുടങ്ങി വരെ ശ്രീലങ്ക വരെ വ്യാപിച്ചു കിടന്ന വിശാലമായ ഒരു ദേശത്തിലെ അംഗങ്ങളാണ് നമ്മൾ. നമ്മുടെ ആത്മീയതയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ആത്മീയത എന്ന് പറയുന്നത്. 3-4 മതങ്ങളുടെ
ഉത്ഭവ സ്ഥാനമാണ്. പിന്നീട് മെസൊപ്പൊട്ടാമിയയിൽ മാത്രമേ എത്ര മതങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഹിന്ദുമതം, അതുപോലെ നമുക്കറിയാം ബുദ്ധമതം, ജൈനമതം, സിഖ് മതം. ഈ 4 പ്രധാനപ്പെട്ട മതങ്ങളുടെ ഉത്ഭവ സ്ഥാനമാണ് ഇന്ത്യ. കാരണം നമ്മുടെ ആത്മീയത ഈ പാശ്ചാത്യ നാടുകളുടെ ആത്മീയതയെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും പ്രാർത്ഥന ആത്മീയത ജീവിതമാണ് പ്രിയമുള്ളവരെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശാലമായ ഭാവിയുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ദൈവജനതി വളർന്നു വരുന്നുണ്ട്. ചുരുക്കിയ ചിന്തയ്ക്കാണ് നിൽക്കുന്നത്. കാരണം വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടുണ്ട്. മണിപ്പാറായിട്ട് സാറിന്റെ യാത്രയും പൊതുയോഗമൊക്കെയാണ്. ഉച്ച കഴിഞ്ഞ് 3:30 ഒരു കൺഫർമേഷൻ ക്ലാസ് ഉണ്ട്. വൈകിട്ട് ഒരു കോട്ടേജ് പ്രയറുണ്ട്. അത് കഴിഞ്ഞും ഒരു പ്രോഗ്രാം. ഇന്ന് വളരെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചിന്തയ്ക്കായിട്ട് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങൾ വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നുള്ളതാണ്. കാത്തിരിപ്പ് എപ്പോഴും നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. സാധാരണ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏതെങ്കിലും അതിഥികൾ വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. കാക്ക കൊമ്പിലിരുന്ന് കരഞ്ഞാൽ അതിഥി വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കാക്ക കൊമ്പിലിരുന്ന് കരഞ്ഞാൽ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ ഗസ്റ്റ് വരുമ്പോൾ എന്താണ്, നമ്മൾ ഒത്തിരി പ്രിപ്പറേഷൻ നടത്തണം. നമ്മുടെ വീടൊക്കെ ആണ് അടിച്ചുവാരി, ചെറിയ വീടായിക്കോട്ടെ, പുല്ല് വരുന്ന വീടാണ്, ചാണകം വീഴുന്ന വീടാണെങ്കിലും നമ്മളൊന്ന് എല്ലാം ഓർഡർ ആക്കാനായിട്ട് ക്രമീകരിക്കും. നമ്മൾ കാത്തിരിപ്പ് എന്ന് പറയുന്നത് സുഖകരമായ കാര്യമാണ് കേട്ടോ. കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാര്യമാണ്. ആരെങ്കിലും വരുന്നതെന്ന് കാത്തിരിക്കുന്നത്, എവിടെയെങ്കിലും പോകാനായിട്ട് ഒന്ന് കാത്തിരിക്കുന്നത് ഒക്കെ എത്ര മനോഹരമായ കാര്യം. എന്ന് പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, ഇന്നത്തെ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സമൂഹം ആൾക്കാരുടെ കാത്തിരിപ്പിന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗം വളരെ വ്യക്തമായി സൂചനകൾ നൽകുന്നത്. അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ ആദിമ സഭയുടെ പ്രിമിറ്റീവ് ചർച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. പ്രിമിറ്റീവ് ചർച്ച്, ആധുനിക സഭയുടെ ചരിത്രമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, അടുത്ത ആഴ്ച പെന്തക്കോസ്റ്റ് സൺഡേ ആണ്, പെന്തക്കോസ്റ്റ് ദിനമാണ്. വളരെ എന്താണ് ഏറ്റവും പ്രാധാന്യമുള്ള ദ ബർത്ത്ഡേ ഓഫ് ദ ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച്. സഭയുടെ ജന്മദിനമാണ് പെന്തക്കോസ്റ്റ് ദിനം എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റ് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വിശ്വാസ സമൂഹത്തിന് മേൽ വന്നതുകൊണ്ടാണ് ഈ 2000 വർഷങ്ങളായിട്ട് സഭ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വായിച്ച കേട്ട വേദഭാഗം അപ്പോസ്തലരുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനോഹരമായ ഒരു വിവരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. യഥാർത്ഥത്തിൽ ഇതൊരു കോട്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസൈൻമെന്റും ഡിസർട്ടേഷനും തീസിസും ഒക്കെ എഴുതി വളരെ പരിചയപ്പെട്ടു. അവിടെ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എവിടുന്നാണ് പ്ലേജറിസം എന്ന് പറയും. ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ കൈയോടെ കഴിയും. നമ്മൾ ഒരു പേപ്പർ എഴുതി ഏതെങ്കിലും കോപ്പി നമ്മുടെ സ്വന്തം ഭാഷയിൽ വേണം എഴുതാനായിട്ട്. വേറെ ആരുടെയെങ്കിലും നമ്മൾ കടമെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അക്രെഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് നമ്മൾ ഇന്നയാളുടെ ആണ് ഞാൻ കടമെടുത്തിരിക്കുന്നത് എന്ന് ഫുട്നോട്ടിൽ നമ്മൾ എഴുതണം. ഫുട്നോട്ടിൽ എഴുതി നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അത് പ്ലേജറിസമായി മാറും, അല്ലെങ്കിൽ അത് മോഷണമായി മാറും. ഇന്ന് മോഷണം വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ പേപ്പറുകളിൽ മാത്രമല്ല, നമ്മുടെ പല കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തകളും നമ്മുടെ ദർശനങ്ങളും, ഇവൻ ഈ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ ബൗദ്ധികമായ പല കാര്യങ്ങളും മോഷണം നടത്തിക്കൊണ്ടിരിക്കും. നമ്മളാരും അറിയുന്നില്ല. നമ്മുടെയൊക്കെ ഡേറ്റ വിറ്റ് കോടിക്കണക്കിന് രൂപയാണ് ഓരോരുത്തർ സംഘടിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടുപേരും നമ്മുടെയൊക്കെ ക്വാളിഫിക്കേഷനും നമ്മുടെയൊക്കെ സ്ഥലത്തിന്റെ രൂപരേഖയും ഒക്കെ വിറ്റ് കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് ലോകത്തിൽ. ഇതെല്ലാം പ്ലേജറിസത്തിന്റെ ഭാഗമാണ്, അതെങ്കിൽ ഡേറ്റ മോഷണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറയാനായിട്ട് കാരണം പ്രിയമുള്ളവരെ, ഈ ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് വിശുദ്ധനായ ലൂക്കോസ് സ്വന്തം ജീവിത അനുഭവത്തിൽ കോട്ട് ചെയ്യുകയാണ്. അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഹൗ ഡിഡ് ദിസ് ചർച്ച് എക്സിസ്റ്റ്, അല്ലെങ്കിൽ ഹൗ ഡിഡ് ദിസ് ചർച്ച് ഒറിജിനേറ്റഡ് ഇൻ ദിസ് വേൾഡ്. ഈ മനോഹരമായ ഭൂമിയിൽ എങ്ങനെയാണ് ഈ ഒരു സഭ ഉണ്ടായത് എന്ന് പറയാനായിട്ട് സഭയുടെ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ്, സഭയുടെ ജന്മദിന സർട്ടിഫിക്കറ്റ്. എന്ന ഒരു പ്രിയ ബഹുമാനപ്പെട്ടവരൊക്കെ എന്നോട് പറഞ്ഞു, എനിക്ക് ജന്മദിന സർട്ടിഫിക്കറ്റ് തരാമോ? ജന്മദിന സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. വിശുദ്ധനായ ലൂക്കോസ് ഡോക്ടർ ആയതുകൊണ്ട്, ഡോക്ടർമാർക്കൊക്കെ ആണല്ലോ ബർത്ത്ഡേ ഒക്കെ ജന്മദിനമൊക്കെ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ ജനനം ഉണ്ടായ ഉടനെ ഇപ്പോൾ ഓൺലൈനായിട്ട് അറിയിക്കും. വീട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് വൈറ്റാട്ടിമാരൊക്കെയാണ് പ്രസവമൊക്കെ നടത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഈ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് ഒന്നും ഇതുപോലെ ഇല്ലായിരുന്നു. അതായത് ഇന്ന് ഹോസ്പിറ്റലിൽ ജനനം നടന്ന ഇത്ര മണിക്കൂറിനുള്ളിൽ
ആ ഡോക്ടർ ഗവൺമെന്റിനെ അറിയിക്കണം. മരണം നടന്ന് നമ്മുടെ ഇപ്പൊ ഈ ഹോസ്പിറ്റലില് പാലിയേറ്റീവില് ധാരാളം മരണങ്ങൾ നമുക്ക് നടക്കാറുണ്ട്. അപ്പോൾ ആ മരണം നടന്ന ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ ഗവൺമെന്റിനെ അറിയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വളരെ ക്രിമിനൽ ഒഫൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിന്റെ ഓൺലൈനിൽ പോയി നമ്മൾ ആ വിവരങ്ങൾ അറിയിക്കും. അപ്പോൾ ഇവിടെ വിശുദ്ധനായ ലൂക്കോസ് സഭയുടെ ജനനത്തില് ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ചർച്ച്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സഭയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തി. എന്നാൽ അതേ പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ ജനനം ഉണ്ടായത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൗ ദിസ് വാസ് ഹാപ്പൻ, ഈസ് ഇറ്റ് എ സിസേറിയൻ ഓർ ഈസ് ഇറ്റ് എ നോർമൽ ബർത്ത്? ഇത് സിസേറിയൻ സർജറിയാണോ അതോ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇതിൽ രേഖപ്പെടുത്താറുണ്ട് എന്ന് പറഞ്ഞാല് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു പ്രഖ്യാപനം വിശുദ്ധനായ ലൂക്കോസ് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഈ മെഡിസിൻ ഒക്കെ പഠിക്കുന്നവര് ഈ പുസ്തകങ്ങളെ അനാറ്റമിയുടെ പിതാവ് എന്ന് പറയുന്ന, ഞാൻ കുറച്ച് 2 വർഷക്കാലം അനാറ്റമി പഠിച്ചപ്പോൾ അനാറ്റമിയുടെ പിതാവ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ദൈവശാസ്ത്ര ഒരു മെഡിസിൻ പഠിച്ച, എന്നാൽ അദ്ദേഹം ആദ്യമേ തിയോളജി പഠിച്ചതായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വില്യം ഗ്രേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പുസ്തകമാണ് സാധാരണ മെഡിസിൻ ഒക്കെ പഠിക്കുന്നവർ. ഇവൻ ഏത് മെഡിസിൻ ആയാലും, ആയുർവേദം ആയാലും കൊള്ളാം, ഹോമിയോ ആയാലും കൊള്ളാം, അലോപ്പതി ആയാലും കൊള്ളാം, നാച്ചുറൽ ഏതാണെങ്കിലും മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ സെമിനാരിയിൽ പഠിച്ച പിന്നീട് ഡോക്ടറായി തീർന്ന വില്യം ഗ്രേ, അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ പുസ്തകമാണ്. അത് ചുമക്കണമെങ്കിൽ നമ്മൾ ഒരാളെ കൂടെ കൊണ്ടുവരണം. ഞാൻ അവിടെ ഞങ്ങളെ പഠിപ്പിച്ച ഫാക്കൽറ്റി ഞങ്ങളൊക്കെ ഒരാളെ കൂടി ഞങ്ങളെ വിളിച്ചിട്ടാണ് ഈ പുസ്തകം അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് ഞങ്ങളെ ലെക്ചർ ഹാളിലേക്ക് കൊണ്ടുവരുന്നത്. ചുമക്കാൻ വലിയ പാട്. ഗ്രേ ഇദ്ദേഹം ഈ അനാറ്റമി പഠിച്ച കാലത്ത് ശവശരീരങ്ങൾ മോഷ്ടിച്ചിട്ടാണ്. ഇദ്ദേഹം അച്ഛനായതുകൊണ്ട് ഇദ്ദേഹം സ്വന്തം ഇടവയിൽ ശവശരീരം മറവ് ചെയ്തത് വേറെ മാർഗമില്ല പഠിക്കാനായിട്ട്. രാത്രിയിൽ പോയി അന്ന് മലരിയും വസൂരിയും അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഹാർട്ട് അറ്റാക്കും ഒന്നും അന്ന് അറിയത്തില്ല. അതിനുവേണ്ടി ശവശരീരം പഠിക്കാൻ വേണ്ടി ഇദ്ദേഹം സെമിത്തേരിയിൽ പോയി കുഴിമാടങ്ങളിൽ നിന്ന്, ഇന്നത്തെ പോലെ കല്ലറയുടെ സിസ്റ്റം ഒന്നും ഇല്ല, പ്രത്യേകിച്ച് നമുക്കറിയാം 1-ാം ലോകമഹായുദ്ധത്തിലേക്ക് മുമ്പുള്ള കാലഘട്ടം വളരെ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തില് കുഴിമാടങ്ങൾ മാന്തി അതിൽ നിന്ന് ശവശരീരങ്ങൾ പുറത്തെടുത്ത് അതിൽ ഡിസെക്ട് ചെയ്യാൻ തുടങ്ങി. ഇത് ഡിസെക്ട് ചെയ്ത് ഓരോ നെർവിനെ കുറിച്ചും മസിൽസിനെ കുറിച്ചും ഒക്കെ നമ്മളെ ലോകത്തോട് പറഞ്ഞത് വില്യം ഗ്രേ ആണ്. ഗ്രേസ് അനാറ്റമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം ഇത് മറവ് ചെയ്യും. ഡിസെക്ട് ചെയ്ത് കിഡ്നിയും ഹാർട്ടും ബ്രെയിനും അതിന്റെ ചില ഭാഗങ്ങളും വെളിയിലും അബ്ലാഗേറ്റിയും അതുപോലെ തന്നെ സെറിബ്രവും അതുപോലെ തന്നെ സ്റ്റേണോക്ലീഡോമാസ്റ്റോയിഡ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ മസിലും ഡെൽറ്റോയിഡ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല മസിൽസിനെ കുറിച്ച് അദ്ദേഹം എടുത്ത് അതിന്റെ ഒറിജിനൽ ഇൻസെർഷൻ എവിടെയാണ് ഇത് ആരംഭിക്കുന്നത്, എവിടെയാണ് ഇത്, ഏത് ബോണിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഏത് നെർവാണ്, C6 ആണോ C7 ആണോ അതോ വേറെ അൾനാർ നെർവാണോ അതോ റേഡിയൽ നെർവാണോ, ഏത് നെർവാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് അനാറ്റമി. അപ്പോൾ ഈ വില്യം ഗ്രേ ഈ ഒരു സാഹസത്തിന് നമ്മളവർക്ക് എല്ലാം മോഷ്ടമാണ് അല്ലെ. അടക്കിയ കല്ലറയിൽ നിന്ന് രാത്രി അച്ഛൻ ബോഡി മാന്തി എടുത്ത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും അല്ലെ. ഇന്നൊക്കെയാണ് അച്ഛനെ തല്ലിക്കൊന്ന് അല്ലെ, അവരിപ്പോ ആ കല്ലറ തന്നെ അടക്കും. പക്ഷെ അന്ന് വേറെ മാർഗമില്ലായിരുന്നു. അങ്ങനെ ത്യാഗം അനുഭവിച്ച ഒരു വില്യം ഗ്രേ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഇന്ന് നമ്മള് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടറോട് നമ്മുടെ കൈവച്ച ഇവിടെ അദ്ദേഹത്തെ അറിയാം ഇത് പ്രൊഡക്റ്റ് ഈ അൾനാർ നെർവിന്റെ ഇവിടെയാണ് പ്രശ്നം, ഇവിടെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മസിൽ ഈ ഡെൽറ്റോയിഡ് മസിലിന്റെ ഇന്ന ഫൈബർ എക്സ് ഫൈബറിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നത്, ഒരു ടച്ചിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ഈ ഡിസെക്ഷൻ ഏകദേശം 8 മാസം ഈ മൃതശരീരങ്ങളെ ഡിസെക്ട് ചെയ്ത് പരിശോധിച്ചു എന്ന് പറഞ്ഞാലാണ് പ്രിയമുള്ളവരെ ലൂക്കോസ് ഇവിടെ ഡിസെക്ഷൻ നടത്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായ 8-ാമത്തെ വാക്യം ഇതാണ് സഭയുടെ വിറ്റ്നസിംഗ് അല്ലെങ്കിൽ സാക്ഷ്യപത്രം എന്ന് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഭ വെറുതെ അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് ഉളവായതല്ല പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന് വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് ഇവിടെ കാത്തിരിക്കുക. ഈ ശിഷ്യന്മാര്
നമ്മൾ ഇവരുടെ പശ്ചാത്തലം നോക്കാം. ബയോഡാറ്റ, റെസ്യൂമിയെ, ഈ കരിക്കുലം പൈറ്റ്, ഈ ബയോഡാറ്റ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആരാണ്? മീൻ പിടിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ഒരു സമൂഹം. അവരെ നസ്രത്തുകാരനായ ഗലീലക്കാരനായിരിക്കുന്ന നല്ല ധൈര്യശാലിയായ വളരെ നല്ല നേതൃപാഠവുമുള്ളതായ ഒരു യുവാവ് ഇവര് മീൻ പിടിച്ച സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇവരോട് പറഞ്ഞു, "Come and follow me. I will make you the fishers of men." നിങ്ങൾ എന്റെ അടുത്തേക്ക് വരിക, എന്റെ പുറകെ വരിക. അതുവരെ ഇവരോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ മുക്കുവന്മാരോട് ആരും പറഞ്ഞിട്ടില്ല. "Come and follow me." നിങ്ങൾ എന്റെ കൂടെ വന്നാൽ, ഇതുവരെ നിങ്ങൾ മീനെ പിടിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. അപ്പോൾ ഇവർക്ക് തോന്നി, എന്റെ ദേവി, ഈ അഥേനിയിൽ പോയി വിശുദ്ധനായ പൗലോസ്, അഥേനിയ എന്ന് പറഞ്ഞ ഗ്രീക്കിലെ ഒരു കുന്നാണ്. ആ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് ലോകത്തിലെ എല്ലാ തത്വജ്ഞാനി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഈ അഥേനിയിൽ കുന്നിൽ നിന്നാണ്. പൗലോസിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അഥേനിയിൽ ചെന്നപ്പോൾ ആ കുന്നിന്റെ പുറത്ത് കയറിയെന്ന് അവിടെയുള്ള തത്വജ്ഞാനികളോട് പ്രസംഗിക്കണമെന്ന്. ഇദ്ദേഹം ചെന്നപ്പോഴേ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, "നീ എവിടെ നാളാവുകയും വരുന്നത്? നിന്റെ ബയോഡാറ്റയ്ക്ക് തരാൻ പറഞ്ഞു." ബയോഡാറ്റയുടെ 2 ഡോക്ടറേറ്റ് ഉണ്ട് ഈ പൗലോസിന്. അന്നത്തെ കാലത്ത് 2 ഡോക്ടറേറ്റ് ഉണ്ട്. ഒന്ന് യവനായ ലിറ്ററേച്ചറിൽ, അതായത് ഗ്രീക്ക് ലിറ്ററേച്ചർ ഡോക്ടറേറ്റ്, മറ്റൊന്ന് ഹീബ്രു ലിറ്ററേച്ചറിൽ. ഈ 2 ഡോക്ടറേറ്റുമായിട്ടാണ് പൗലോസ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ കൊള്ളാം, നല്ല കാര്യം. നീ ഒരു കാര്യം ചെയ്യുക, നീ എന്നാ പറയാനായിട്ടാണ് പോകുന്നത്? കാരണം ലോകത്തിലുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ വാട്ട് എൽസ് യു വാണ്ട് ടു പ്രീച്ച്? ഇത് മറ്റെന്താ നിനക്ക് പറയാനുള്ളത്? എന്താ നിനക്ക് പറയാനായിട്ടുള്ളത്? അപ്പൊ പൗലോസ് പറഞ്ഞു, എനിക്കൊരു അവസരം തരണം, പ്ലീസ്, ദയവായിട്ട് ഒരു അവസരം തരണം. ഞാനൊന്ന് ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. പ്രിയമുള്ള ഒറ്റ പ്രഭാഷണം എപ്പിമെനിറ്റസിനെ കുറിച്ചും അനാഥസിനെ കുറിച്ചും ഗ്രീക്കിലെ മുഴുവൻ കവികളുടെ കവിതാശങ്ങളെ എടുത്ത് പൗലോസ് എന്ന് പറഞ്ഞപ്പം ആൾക്കാരാണ് എക്സലന്റ്, കൊള്ളാം, ഇവൻ വിടുവായനാണെങ്കിൽ ഇവൻ നല്ല പ്രഭാഷണ ചാതിലുള്ളവരാണ്. ആ ഒറ്റ പ്രസംഗത്തിൽ എത്ര പേരാണ് അവിടെ രക്ഷിക്കപ്പെടുന്നത് അറിയാമോ? ഇന്ന് യൂറോപ്പിൽ ആകമാനം ദൈവവചനം പടർന്നു പിടിച്ചത് ഈ അഥേനിൽ വന്ന് പ്രസംഗം കേട്ട തത്വജ്ഞാനികളുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന എന്ന് പറഞ്ഞ പോലെ, പ്രിയമുള്ളവരെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ കർത്താവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനു ശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇനി മരിച്ചാൽ മതി, എമൗസിലേക്കൊക്കെ പോകുന്നത് സത്യം പറഞ്ഞാൽ it denotes some type of suicide. സൂയിസൈഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ആഹാരം ഏതെങ്കിലും വിഷം കഴിച്ച് മരിക്കുന്നത് മാത്രമല്ല, കെട്ടിയാന്ന് മരിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമെല്ലാം മീനിങ് ഈസ് സൂയിസൈഡ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ആണ്, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവുകയാണ്. ഡിപ്രഷൻ ഒരു തരത്തിലുള്ള സൂയിസൈഡ് ആണ്. ബ്രെയിൻ മരിച്ചുകൊണ്ട് ഡിമെൻഷ്യയും ആൽഷിമേഴ്സും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ഒരു തരത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എമോസിലേക്ക് ഈ ശിഷ്യര് പോകുന്നത്, 2 പേര് പോകുന്നത്. അവരെ തിരികെ കൊണ്ടുവരുന്ന കർത്താവിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മള് അതിന് പറയുന്ന ഒരു പേര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുന്നത്. ന്യൂമ റൂഹ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ന്യൂമ ആൻഡ് റൂഹ, ഈ 2 പദങ്ങളും സ്ത്രീലിംഗത്തിലാണ്. അപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലീസ് വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെയാണ് ഇവര് മാളികപ്പുറയിൽ ഒരുമിച്ച് കൂടി വന്നിരുന്നത്. പ്രിയമുള്ള, ഈ കാത്തിരിപ്പിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാക്ക കരയുമ്പോൾ നമ്മുടെ ഈ കാത്തിരിപ്പ് സുന്ദരമായ ചില ഓർമ്മകൾ അല്ലെ. നമുക്ക് കാത്തിരിക്കണം, നമ്മുടെ ബർത്ത്ഡേയെ കുറിച്ച് നമ്മൾ കാത്തിരിക്കുന്നു, നമുക്കൊരു ജോലി ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നു, ഒരു കുടുംബജീവിതമാകാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സാധാരണക്കാരായ മനുഷ്യര് കാത്തിരിക്കുകയാണ്. 3 പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 സ്പെഷ്യാലിറ്റീസ് ഓഫ് ദെയർ വെയിറ്റിംഗ്. ചുമ്മാതെ കാത്തിരിക്കുകയല്ല, നമ്മൾ വെറുതെ കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. ഈ സാധാരണ പറയല്ല, അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയി എന്നൊരു ചൊല്ലുണ്ട് അല്ലെ. അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയി, അങ്ങനെയുള്ള കാത്തിരി പഠിച്ചു. ഒരു പ്രതീക്ഷയില്ലാതെ എവിടെയും ഇരിക്കുന്ന ചില രീതിയുണ്ട്. ഒരിടത്ത് ഞാൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ എന്നോട് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ അങ്ങോട്ട് നോക്കിക്കുകയും കുറെ ആൾക്കാരെ കടയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്താ പ്രത്യേകത? ഈ കാക്ക കരണ്ട് കമ്പിയിൽ ഇരിക്കുന്ന പോലെയാണ് ഇവരിയ്ക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു തൊഴിലുമില്ല. ഞാനാണെ പണിക്ക് പോകും. ഈ മനുഷ്യൻ പറയും, ആ പള്ളിയിൽ തന്നെ മെമ്പറാണ്. കാക്ക കരണ്ട് കമ്പിയിൽ ഇരിക്കുന്ന പോലെ ഇവരിങ്ങനെ ഇരിക്കുക. ഒരു കാക്കയ്ക്ക് ഒരു പ്രതീക്ഷയില്ല. കിട്ടിയാ കിട്ടട്ടെ, എന്തെങ്കിലും ഇടയ്ക്ക് വെള്ളം ഒപ്പിച്ചാൽ ഒക്കട്ടെ. കാക്ക ഇങ്ങനെ കാത്തിരിക്കുക, എവിടെയെങ്കിലും മീൻ കിട്ടുന്നുണ്ടോ എന്ന് പറയും. അങ്ങനെ ഒരു കാത്തിരിപ്പല്ല പ്രിയമുള്ളവരെ നമ്മൾ കാണുന്ന.
ഇവിടെ ഇത് this was a fellowship, waiting upon for the fellowship. ഒന്നാമതായി കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് കൂട്ടായ്മ നഷ്ടപ്പെട്ട് ശിഥിലമായി പോയ ഈ കമ്മ്യൂണിറ്റി ഈ മാളിക മുറിയിൽ വന്ന് കഥ കടച്ച് ഭയത്തോടുകൂടെ വിറയലോടുകൂടെ നാളെ ഞങ്ങളുടെ ഗുരുവിനെ ഇല്ലാതാക്കിയ റോമൻ ഗവൺമെന്റ്, അതുപോലെ തന്നെ മത പുരോഹിതന്മാര്, രാഷ്ട്രീയ വൃന്ദം ഞങ്ങളെ ഇല്ലാതാക്കുമോ എന്നുള്ള ഭയത്തോടുകൂടി കഥ കടച്ച് കാത്തിരിക്കുക. പ്രതീക്ഷിക്കാനായിട്ട് യാതൊരു വകയുമില്ലാതെ അവർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ. ദിസ് ഈസ് ദ ഫെലോഷിപ്പ് ഇൻ ക്രൈസിസ്. നമ്മുടെ പ്രയാസത്തിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകാൻ സാധിക്കും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെയായിരുന്നു ഈ വിദേശ കാനഡയിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ അവിടുത്തെ ചില ഈ റിട്ടയർമെന്റ് ഹോമില് ഞങ്ങൾ പോവുകയുണ്ടായി. ഞങ്ങൾ അവിടുത്തെ ക്രിസ്മസ് കാരോൾ സർവീസിനൊക്കെ പോവുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഭീതിയോടുകൂടി ഇരിക്കുക. മരണം എപ്പോഴാണ്, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ മരണത്തെ ഇങ്ങനെ കാത്തിരിക്കുക. കോവിഡില് പ്രത്യേകിച്ച് ഈ കാനഡയിലും അമേരിക്കയിലൊക്കെ വാക്സിൻ കൊടുക്കാനായിട്ട് അല്പം താമസിച്ചു. അന്ന് ട്രംപ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ട്രംപ് വിചാരിച്ചത് നല്ലൊരു അവസരമാണ്. റിട്ടയർമെന്റ് ഹോമിലൊക്കെ കിടക്കുന്ന കുറെ പേരെ ഒന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ഈ ഗവൺമെന്റിന് ഒത്തിരി എക്സ്പെൻസീവ് ആണ് ഇവരെല്ലാം പരിപാലിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലുള്ള ഈ ഹോമൊന്നുമല്ല അവിടെ എല്ലാ സൗകര്യങ്ങളോടും ഒരാള് ഒരു ബൈസ്റ്റാൻഡർ കൂടെ നിൽക്കുന്നുണ്ട് അവിടുത്തെ ഹോമില്. ഇടയ്ക്ക് ഇവരൊക്കെ ടൂർ പ്രോഗ്രാം ഒക്കെ ഗവൺമെന്റ് സംഘടിപ്പിക്കും. ഒരു നല്ല ഫുഡ് കൊടുക്കും, എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും. മക്കൾ വല്ലപ്പോഴൊക്കെയാണ് ഇവരെ കാണാൻ ബൊക്കയുമായിട്ട് വരുമ്പോഴാണ് മക്കൾ ഇവരെ കാണുന്നത്. അതുവരെ മരണവും ഫ്യൂണറലും എല്ലാം ചിലപ്പോൾ 60 വയസ്സിൽ റിട്ടയർ ആയാൽ 70 വയസ്സ് റിട്ടയർ ആയാൽ 10-20 വർഷക്കാലം ലോങ് ലൈഫ് ഈ ഗവൺമെന്റ് നോക്കണം. അപ്പോൾ അങ്ങനെ കുറെ പേര് മരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല, കുറച്ച് നമുക്ക് സേവ് ചെയ്യാം, നാളെ കടമായി ഉള്ള ചില രാഷ്ട്രീയ സംവിധാനങ്ങൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവർക്കെല്ലാം ഒരു ഫെലോഷിപ്പ് ഇൻ ക്രൈസിസ്, പ്രതിസന്ധികളില് നമ്മുടെയൊക്കെ കരങ്ങളിൽ അവർ പിടിക്കുമ്പോൾ അറിയാം. നമ്മളൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഈ അമ്മച്ചിമാരൊക്കെ വന്ന് നമ്മുടെ കരങ്ങളൊക്കെ പിടിച്ച് കരം ചുംബിക്കും. എന്നിട്ട് അവരുടെ ഓർമ്മ എന്താ പറയുക, മക്കളുടെ ഓർമ്മയാണ്. മക്കള് ഇവരെ കാണാനായിട്ട് വരാറുമ്പോൾ ഈ സഭയിലൊക്കെ ഇവർക്ക് പാട്ട് പാടാനും ഒക്കെ അവിടെ ചെന്ന് കാരോൾ സർവീസ് ഗാനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ അവരൊക്കെ അടുത്ത് വന്ന് എന്റെ കയ്യിലൊക്കെ പിടിച്ച് സ്വന്തം മകനെ കാണുന്ന പോലെ നമ്മുടെ കരങ്ങളിൽ പിടിക്കുക. എന്നാണെന്നറിയോ, ഇവരുടെ വിശ്വാസം എന്താണ് പ്രിയമുള്ളവരെ? ഇത് മക്കൾ വന്നില്ലെങ്കിൽ എന്റെ മരണത്തിന് മുമ്പ് എന്റെ മകനായിട്ട് ഈ പാസ്റ്ററെ ഞാൻ കാണുകയാണ്. ഈ പാസ്റ്ററിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ യാത്ര പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെയാണ് ഫെലോഷിപ്പ് ഇൻ ക്രൈസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ കൂട്ടായ്മ തരുന്നവരാണ് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. സമ്പത്ത് കാലത്ത് അനേകര് ഈ മാവിനെ നോക്കിയാൽ പ്രകൃതി നല്ല പാഠങ്ങളുണ്ടല്ലോ. മാവ് തളിർക്കുമ്പോൾ ഇഷ്ടംപോലെ കുയിലുകള് മാവിന്റെ തളിരിലകൾ ഭക്ഷിക്കാനായിട്ട് വരും. എന്നാൽ മാവിന്റെ ഇലകൾ തളിർത്ത് കഴിഞ്ഞ് അത് കൂടുതൽ ഇല മുത്തുമുത്തി വരുമ്പോൾ ഒറ്റ കുയിലുകൾ പോലും അവിടെ വരത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലാണ്. പ്രതിസന്ധികളിൽ ആരാണ് നമ്മളോട് നിൽക്കുന്നത്? വെല്ലുവിളികളിലും പരാജയങ്ങളിലും ആരാണ് നമ്മൾ നിൽക്കുന്നത്? അവരാണ് യഥാർത്ഥ കൂട്ടുകാരെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗുണമുണ്ടായി. ഇവർ വന്നപ്പോൾ ഭയത്തിലാണെങ്കിലും മരണത്തിന്റെ ഭയത്തിലാണെങ്കിലും അവര് കൂട്ടായ്മ വളരെ ശക്തമായി അവര് ബിൽഡപ്പ് ചെയ്യുകയാണ്. ആ കൂട്ടായ്മയെ ബിൽഡപ്പ് ഇനി ഞങ്ങൾ മരിച്ചാൽ സാരമില്ല. ഞങ്ങള് യൂദ വഴി മത്യാസിനെ തെരഞ്ഞെടുത്തു. മത്യാസ് ഓൺ ദ റോഡ്. മത്യാസും കൂടെ എന്റെ കൂടെ വന്നു. അപ്പോൾ 12 പേരെ കൈവാർത്തി പിടിച്ചോട് പറയും, ഇനി ഞങ്ങൾ മരിച്ചാൽ സാരമില്ല, കർത്താവിന്റെ ശക്തി ഞങ്ങളിൽ മേലെ ഇറങ്ങട്ടെ എന്നുള്ള ഫെലോഷിപ്പ് ഇൻ ക്രൈസിസ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ഫെലോഷിപ്പ് ഫോർ ദ റിനീവൽ, പുതുക്കത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ഇതുവരെയുള്ള ഒന്നുമല്ല, എല്ലാം മറക്കുക. കർത്താവ് ക്രൂശിച്ചപ്പോൾ ഓടി ഒളിച്ചതും കല്ലറയിൽ കയറിയിട്ട് പോലും വിശ്വസിക്കാതിരുന്നതും സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് അതിനെ ചാലഞ്ച് ചെയ്തതും സ്ത്രീകൾക്കുള്ള വിശ്വാസവും പോലും ഇല്ലാതിരുന്നതും ഇങ്ങനെ പരാജയങ്ങളുടെ ബയോഡേറ്റയുമായിട്ടാണ് കൂടിയിരിക്കുന്നത്, പരാജയങ്ങളുടെ ഒരു പട്ടികയുമായിട്ട്. എന്നാൽ ഈ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ? പരാജയങ്ങളെ അവിടെ വെച്ചിട്ട് പരാജയങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞ് ഒരു പുതുക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ശക്തി ആർജിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, ശക്തി ആർജിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പുതുക്കത്തിനായിട്ട് കാത്തിരിപ്പ്. നമ്മൾ നോക്കുമ്പോൾ പല പ്രത്യേകതകളുണ്ട്. ഒരു പുതിയ ജീവിതത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലൂടെയാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കാത്തിരിപ്പ്. ശിഷ്യന്മാർ കർത്താവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന സ്വയം എക്സാമിനേഷൻ നടത്തിയ, നിങ്ങൾ അവിടെ വായിച്ചു വെക്കണം, സ്വയം വിമർശനം, ഞങ്ങൾക്ക് പറ്റിയ പരാജയങ്ങളെ ഏറ്റുപറയുന്ന കർത്താവെ സ്വയം വിമർശനം നടത്തുക. അത് മാത്രമാണോ? സ്വയം തിരുത്തൽ നടത്തുക. നിങ്ങളെ വേദഭാഗം വായിക്കണമേ. വിശുദ്ധനായ ലൂക്കോസിന്റെ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് നമ്മൾ വായിച്ചു നോക്കണമേ. സ്വയം തിരുത്തൽ, സ്വയം വിമർശനം, ഞങ്ങൾക്ക് പരാജയങ്ങൾ പറ്റി കർത്താവെ
ഞങ്ങൾ പരാജയത്തിന്റെ പട്ടികയിലാണ്, ഞങ്ങളുടെ റിസൾട്ട് വട്ടപൂജ്യമാണ്, ഒന്നുമില്ലാതെ ഞങ്ങൾ വന്നിരിക്കുന്നു, ഞങ്ങൾ ഒന്നുമില്ല, ഒന്നും അവകാശപ്പെടാനായിട്ടില്ല, പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. മൂന്നാമതായി ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ സ്മരിക്കട്ടെ. ഇത് തന്നെയാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. കഴുകൻ എന്ന് പറയുന്ന ഒരു വലിയ സൂചനയാണ്. എന്താണ്? കഴുകന് മാത്രമാണ് ലോകത്തിൽ പക്ഷികളുടെ ഇടയിൽ ഒരു റിന്യൂവൽ ആൻഡ് റിജുവനേഷൻ ഉള്ളത്. അതായത് പുതുക്കത്തിന്റെ ഒരു ശക്തി കഴുകനാണ്. കഴുകന് 70 വയസ്സ് വരെ കഴുകൻ ജീവിക്കും. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കഴുകനെന്തിയും തന്റെ തൂവലുകളെല്ലാം പറിച്ചു കളയും. വേദനാജനകമായിട്ടോ. ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്ന് മറിഞ്ഞിരുന്ന് തൂവലുകളെല്ലാം പറിച്ച് കൊക്കുയേച്ച് വലിച്ചു കളയും. എന്തിനാണ്? ഈ പഴയ തൂവലുമായിട്ട് ഇനിയും സൂര്യനെ തേടി പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പുതിയ തൂവലുകൾ വരും. കുറച്ച് ദിവസം വേദനാജനകമായി കാത്തിരിക്കും, യാഗപൂർവമായി കാത്തിരിക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ തൂവലുകൾ വരും. ആ പുതിയ തൂവലുകൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ട് ഉയരത്തിലേക്ക് കഴുകൻ കുതിച്ച് പാഞ്ഞു പോകും. അതിൽ നിന്ന് പല പാഠങ്ങളും പഠിച്ചത്. F-16 അമേരിക്കൻ ഗവൺമെന്റിന്റെ ഏറ്റവും നൂതനമായ നമ്മുടെ യുദ്ധവിമാനമാണ് F-16. ഈ കഴുകന്റെ അതേ രൂപമാണ് ഉള്ളത്. അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലേക്ക് പോകും. പക്ഷെ ആരും സൂപ്പർസോണിക് ശബ്ദത്തെക്കാളും വേഗതയിൽ അത് പറക്കും. ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല, റഡാറുകളിലില്ല. അതാണ് കഴുകന്റെ ശക്തി. പല വിധമായ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ ഒരു കാത്തിരിപ്പ്, അത് എന്ന് പറഞ്ഞൊരു പുതുക്കത്തിന്റെ കാത്തിരിപ്പാണ്. ഒന്നാണ് വിറ്റ്നസിംഗ്. ദിസ് ഫെലോഷിപ്പ് denotes a fellowship for the witnessing. സാക്ഷിയാകാനായിട്ട് ചുമ്മാ വന്നിരിക്കുകയല്ല. ഇത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോയി. ഇവിടെ കുറച്ച് സമയം കൂടി ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. യോഹന്നാനൊക്കെ പറഞ്ഞതുപോലെ ഇവർ കാത്തിരിക്കുകയാണ് ഫോർ ദ വിറ്റ്നസിംഗ്. ഇത് കഴിഞ്ഞിട്ട് ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുകയാണ്. ബോൺഹോഫർ പറയുന്ന പോലെ കടന്നു വന്ന് വീണ്ടും ഭരിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഈ ശിഷ്യന്മാര് അറിയാമായിരുന്നു ഇവിടുന്ന് ശക്തി ലഭിച്ചിട്ട് പുറപ്പെട്ടു പോയാൽ നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണം ആകെ യോഹന്നാന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആർക്കുമില്ല. എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചതാണ് അപ്പോസ്തലന്മാരുടെ ചരിത്രം. യോഹന്നാൻ മാത്രമാണ് വൃദ്ധനായി മരിച്ചത്. ബാക്കി എല്ലാവരെയും ഒന്നിൽ തിളക്കേണ്ട എണ്ണയിലോ അല്ലെങ്കിൽ കഴുത്ത് വെട്ടിയോ ഒക്കെ കൊലപ്പെടുത്തിയാണ് ചെയ്തത് നീറോ ചക്രവർത്തി, റോമൻ ചക്രവർത്തിമാരെ. അതുകൊണ്ട് സാക്ഷിയാകാനുള്ള കാത്തിരിപ്പ്. അതിന്റെ വാക്കുകൾ സ്മരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മുടെ കൂടെ കർത്താവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. കർത്താവ് തന്നെയാണ് കാര്യസ്ഥനായി നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർജിക്കുമ്പോൾ 3 തരത്തിലുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഫെലോഷിപ്പ് ഇൻ ക്രൈസിസ്, പ്രശ്നങ്ങളിൽ കൂട്ടായ്മ കാണിക്കാനായിട്ടാണ്, പ്രതിസന്ധിയിലെ കൂട്ടായ്മയിൽ നമ്മൾ ഇടപെടുവാനായിട്ടാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫെലോഷിപ്പ് റിന്യൂവൽ, ഒരു പുതുക്കത്തിന്റെ കഴുകനാണ് ഏറ്റവും നല്ല സിമ്പൽ, അതിന്റെ അനുഭവം. മൂന്നാമതായി ഫെലോഷിപ്പ് വിറ്റ്നസിംഗ്, സാക്ഷികളാകണം. മരണമാണ് അതിന്റെ പ്രതിഫലം. സാക്ഷിയാകുന്നവർക്കെല്ലാം മരണം ഉറപ്പാണ്. സത്യസന്ധമായി കർത്താവിന്റെ സാക്ഷിയായി തീർന്ന ഗ്രഗാൻസ്റ്റൈൻ ഉൾപ്പെടെ അനേകരുടെ പട്ടിക നമ്മൾ പരിശോധിച്ചാൽ സാക്ഷികളാകുന്നവർക്കെല്ലാം മരണമാണ്. മരണം മാത്രമേ ഉള്ളൂ. പക്ഷേ മരണത്തിനപ്പുറം ഒരു എറ്റേണൽ ലൈഫ്, നിത്യജീവനുമാർക്കുണ്ട്. അവിടെ എൻ്റെ വാക്കുകൾ സ്മരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്ത് ദിനത്തിലേക്ക് നമ്മൾ ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഫെലോഷിപ്പിന് വേണ്ടി, പുതുക്കത്തിന് വേണ്ടി, സാക്ഷിയാകുവാനായിട്ടാണ്. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ ശക്തി ചെയ്യുമാറാകട്ടെ.